അങ്ങനെ ഞങ്ങളുടെ ഡോൾക്കയിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മളുടെ അഹമ്മദാബാദിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ചെരുപ്പ് മേടിക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയണേ, ഒരു സമൂസ ഭയങ്കര സ്പെഷ്യലാണെന്നാണ്, അത് കഴിക്കണം. അതൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, കർണാവതി പഗാർക്ക ബസാർ എന്നാണ് ഇതിൻ്റെ പേര്. ഫുൾ ചെരുപ്പുകളാണ്. അപ്പോൾ ഇവിടെ ഈ രാജസ്ഥാൻ കോലാപുരി അങ്ങനത്തെ ഒരു വെറൈറ്റി ചെരുപ്പുകൾ കിട്ടും. സോ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ചഞ്ചലേട്ടിന് വേണ്ടിയിട്ടാണ്. സോ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. ചെറിയ ചെറിയ പല പല ഷോപ്പുകളാണ്. ഷൂസ്, ചെരുപ്പുകൾ, വെറൈറ്റികൾ, അങ്ങനെയല്ല കണ്ടോ. ചെറിയ ചെറിയ ഷോപ്പ്, എ സി മുഴുവനും ഫാന് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെറ്റായോ? വെറൈറ്റി ഷൂസ്, ചെരുപ്പ്. नहीं रेट नहीं है। हाँ, ये जो है बेस कलर है, गोल्ड कलर है, जैसे आपको जो फोटो भेजी इसके अंदर അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ചെരുപ്പ് വാങ്ങിച്ചില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതിനേക്കാളും ഭേദം നമ്മൾ ഇനി ജയ്പൂരൊക്കെ പോകുമ്പോൾ മേടിക്കാം. ജിതിൻ അതും പറഞ്ഞു, കാരണം അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ജിതിൻ പറഞ്ഞ അടുത്ത സമൂസ കടയിലേക്കാണ് ഞങ്ങളുടെ ഈ നടത്തം. എനിക്ക് ആക്ച്വലി വേണം നിർബന്ധമില്ല, എന്നാലും വെറുതെ ടേസ്റ്റ് ചെയ്യാം. എന്നാലും മതി. സമൂസ, സമൂസ സ്പെഷ്യൽ. അയ്യോ, മൂന്നെണ്ണം ഒന്ന് വേണമെങ്കിൽ കഴിക്കാം. ഏറ്റവും സമൂസ സ്പെഷ്യൽ. ഇത് പുള്ളിക്ക് കൂടി ചേർത്ത്. ഇതെന്താണത്? ഇതെന്തായിരുന്നു? കച്ചോറി. അത് മധുരമല്ലേ? അല്ല, കുറച്ച് പുളിപ്പ് പോലെയുള്ള സമൂസ വേണോ? ഇപ്പോൾ പറഞ്ഞാലോ. ഇതെന്താന്ന് പറഞ്ഞേട്ടാ? എന്താണ്? റഗഡ. ഓ, അത് പക്ഷേ ഇവരുടെ ഭാഷയിൽ എഴുതിയാണ്. റഗഡ. ഇതിൻ്റെ പേര് റഗഡ പാറ്റീസ് എന്നാണ്. ഇതൊരു പൊട്ടറ്റോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉണ്ടംപൊരി പോലത്തെ ഒരു സാധനമാണ്. സോ അത് കഴിഞ്ഞിട്ട് അത് ഒരു പാറ്റി പോലെ നമ്മുടെ ഈ കട്ട്ലറ്റിലല്ല ബർഗറിലൊക്കെ വരുന്ന പോലെ ഒരു പാറ്റി പോലെ ആക്കിയിട്ട്, പിന്നെ അതിൻ്റെ സാധനങ്ങൾ ഞാൻ എങ്ങനെ കഴിക്കേണ്ടതെന്ന് കാണിക്കാം. സോ അതിലേക്കൊരു ചെന്ന പോലത്തെ ഒരു സാധനമുണ്ട്. ഇതൊക്കെ കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കണം. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ സോസും എല്ലാം കൂടി വരുമ്പോൾ സംഭവം പൊളിയാണ്. റഗഡ പാറ്റീസ്. ഇത് സമൂസയാണോ? അല്ല, സമൂസ. അവർ സമൂസ ഞാൻ കണ്ടു, അതിങ്ങനെ ഇതാക്കണ കണ്ടു. എന്താ ചുർച്ചൂറോ? നാടിന് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ച് അതിലെ കഷ്ണങ്ങളൊക്കെ എങ്ങനെ ഈ സോസും എല്ലാം കൂടി ചേരുമ്പോൾ അടിപൊളിയാണല്ലോ അല്ലേ? അതെ, ഞാൻ ഇത് മാത്രം മാത്രമേ കഴിക്കുള്ളൂ. ഇതാണ് അല്ലേ? കടലയും നല്ല സെറ്റപ്പ് ഒരു ചാട്ടിൻ്റെ ഒരു ഇതാണ്. ആക്ച്വലി ഡിന്നർ ആവശ്യമില്ല. ഇല്ല, 8 വരെ ഡിന്നറില്ല. പിന്നെ അതിൻ്റെ ആവശ്യമേ ഇല്ല. ചെന്നൈയുണ്ട്, ഇതിൽ ഉരുളക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ചൂടുണ്ട്. നല്ല ചൂട്. പിന്നെ മോര്.
6-ാമത്തെ മോര്. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുക. ഈ വെളുപ്പിനെന്ന് പറയുമ്പോൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ഞങ്ങളിവിടെ എത്തി. അപ്പോഴേക്കും നല്ല വെയിലാണ് ഇവിടെ. അപ്പം ഞങ്ങളിങ്ങനെ കുറേ മണൽ കൂമ്പാരങ്ങളുടെ ഇടയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കാണുന്നത് നമ്മുടെ ചഞ്ചലേട്ടൻ അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ഇറങ്ങിയത്. അത് ഷൂട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചഞ്ചലേട്ടൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ശ്രമം ഗംഭീരമായിട്ട് പുള്ളി പാസ്സായിരിക്കുന്നു. പിന്നെ ഇവരെ നിർത്തിയിട്ടുള്ള കുറച്ച് ഫോർമേഷൻസ് ഷൂട്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ നിർത്തി കുറച്ച് സ്റ്റൈലിഷായിട്ട് പല കാര്യങ്ങൾ പറയിപ്പിക്കുക. വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടോളൂ. Line, please line. Okay. Don't move. Same position. मेरी रफ्तार ही मेरी शक्ति है. Action. 1 minute. Rolling. Action. मेरी रफ्तार ही मेरी शक्ति है, पलक झपकते ही शिकार मेरा होगा. Yes. अरे यार. बरोबर है ना तू आ तो. Ready. Don't smile. Ready. Guys, ready. Action. मेरी रफ्तार ही मेरी शक्ति है, पलक झपकते ही शिकार मेरा होगा. अरे यार Correct. ओके चलो. मेरी रफ्तार ही मेरी शक्ति है, पलक झपकते ही शिकार मेरा होगा. Yes. हवा से तेज दौड़ना हमारी फितरत है. Yes. हेलो, किधर जा रहा है? Action. हम दहाड़ते नहीं गरजते हैं, हवा से तेज दौड़ना हमारी फितरत है. Yes. അങ്ങനെ നട്ടപ്പുറ വെയിലത്തുള്ള അഹമ്മദാബാദിലെ ഡോൽക്ക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു കുറച്ച് ഫോർമേഷൻസും പരിപാടികളൊക്കെ ഷൂട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ കുറച്ച് വീട് അങ്ങനെയുള്ള മാർക്കറ്റൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങോട്ടാണ് പോണത്. ഇടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ആക്ഷനും ഒക്കെ കൂടി വരുമ്പോഴത്തേനും അത് മറന്നു പോവാണ്. സോറി. നമുക്ക് ഇടയ്ക്ക് ഞാൻ ഇതുപോലെ വീഡിയോ മാക്സിമം ഇടാൻ നോക്കാം. നല്ല ഉഗ്രൻ ലൊക്കേഷനാണ് കേട്ടോ. ഇവർ പറയുന്നത് ഇവിടെ ഭൂമാഫിയ ഉണ്ടെന്നാണ്. ഭൂമാഫിയ വന്നിട്ട് ഈ മണ്ണ് മുഴുവനും എടുത്തുകൊണ്ട് പോകുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഇത് കുഴിയായി മാറുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടി ഷൂട്ട് ചെയ്യാൻ. പക്ഷെ വെയിൽ അൺസൈക്കബിൾ, ഒന്നും പറയാനില്ല. തെറ്റിദ്ധരിക്കേണ്ട ഉണ്ണി, ഇതൊരു ഷൂട്ടാണ്. കണ്ടില്ലേ, ലൈറ്റൊക്കെ പിടിച്ച് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാവങ്ങൾ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാട്ടോ. ഒരു ലൈറ്റ് കൊടുക്കുന്നു, ഒരാൾ കിടന്നുറങ്ങുന്നു. പുള്ളി സുഖമാണ്, ഫാനൊക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പുള്ളി എഴുന്നേക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ കട്ട വെയിലാണ്. അപ്പോൾ ആ വെയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ലസ്സി ഉണ്ട് അത്രേ. ആ ലസ്സി കുടിക്കാനായിട്ട് ഞങ്ങൾ വന്നേക്കുന്നതാണ്. കണ്ടോ, ഇതാണ് ലസ്സി ഷോപ്പ്. ഇവിടെയും നല്ല തിരക്കാണ്. താങ്ക് യു. ആദ്യം ശരിക്ക് ഇളക്കണം നന്നായിട്ട്. അതിൻ്റെ അടിയിൽ ഐസാണ്, ഐസ് ഓരോ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ലസ്സി.
എന്നിട്ടിത് നല്ല തൈര്, കട്ട തൈര്. പച്ച എന്തൊരു പനിനീര് പോലത്തെ സാധനമാണ്. നമ്പർ 1. ചൂടത്ത് അടിപൊളി ഡോൾക്ക. അങ്ങനെ ലസ്സിയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഡോൽക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോന്നു. ഇനി നമ്മളിവിടെ നിന്നും പോകുന്ന അടുത്ത സ്റ്റേറ്റിലേക്കാണ്, ഒഡീഷ. അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഗുഡ് ബൈ.